നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് പഠിക്കാം. അതിലൊന്നാമത്തത് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. റുദർഫോർഡ്സ് ആറ്റം മോഡൽ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, പ്ലാനറ്ററി മോഡൽ. പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റുദർഫോർഡ്സ് ആറ്റം മോഡലിൽ വരുന്ന ഓരോ പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയോളൂ. ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ പേരെന്താണ്? ന്യൂക്ലിയസ്. അപ്പോൾ ആറ്റത്തിൻ്റെ സെൻറ്റർ അറിയപ്പെടുന്ന പേര് എന്താണ്? ന്യൂക്ലിയസ്. രണ്ടാമത്തെ പോയിന്റ്, ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈസ് എക്സ്ട്രീംലി സ്മോൾ, വളരെ 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 ചെറുതാണ്. ആറ്റം തന്നെ വളരെ ചെറിയ ഒരു പാർട്ടിക്കിളാണ്, അപ്പോൾ അതിനേക്കാളും വളരെ വളരെ ചെറുതാണ് ന്യൂക്ലിയസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ സൈസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ, വളരെ ചെറുതാണ്. എങ്ങനെയാണ്? വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദി ആറ്റം, ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. 2 പോയിന്റ് ആയേ, മനസ്സിലായല്ലോ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ് നമ്മൾ പഠിക്കുന്നത്? റുദർഫോർഡ്സ് ആറ്റം മോഡൽ ഇസ് ഓൾസോ നോൺ ആസ് പ്ലാനറ്ററി മോഡൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നോക്കിയോളൂ. ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. അതായത് ഈ ആറ്റത്തിൻ്റെ എൻറ്റയർ പോസിറ്റീവ് ചാർജ്, മുഴുവൻ പോസിറ്റീവ് ചാർജും, ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ്, ഭൂരിഭാഗം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൻ ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിലാണ്. അപ്പോൾ ഒരു ആറ്റത്തിലെ ഫുൾ പോസിറ്റീവ് ചാർജും പിന്നെ ഏകദേശം മാസും, അല്ലെ, മിക്കവാറുമുള്ള ഭൂരിഭാഗം മാസും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൻ ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിലാണ്. മനസ്സിലായല്ലോ. മൂന്നാമത്തെ പോയിന്റ്, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. അടുത്തത്, ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് ഓർ ഓർബിറ്റ്. ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഇലക്ട്രോൺസ് അത് എന്താണ്? റിവോൾവ് ചെയ്യുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു, അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങുന്നു. വെരി ഫാസ്റ്റ്, വളരെ ഫാസ്റ്റിൽ, വളരെ വേഗത്തിൽ. എവിടെ? അറൗണ്ട് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് ചുറ്റും. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് വളരെ ഫാസ്റ്റായിട്ട് റിവോൾവ് ചെയ്യുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു. എങ്ങനെയാണ്? ഇൻ സർക്കുലർ പാത്സ് ഓർ ഓർബിറ്റ്. ഒരു വൃത്താകൃതിയിലായിട്ടുള്ള പാതയിൽ കൂടി അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടി. ഈ സർക്കുലർ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. അപ്പോൾ സർക്കുലർ പാത്തിൽ കൂടി അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു. മനസ്സിലായല്ലോ. ഈ 4 പോയിന്റാണ് റുദർഫോർഡ്സ് ആറ്റം മോഡലിൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ മലയാളം മീഡിയം നോക്കാം. എന്താണ് റുദർഫോർഡ് ആറ്റം മാതൃക കൊണ്ടുവന്നതാരാണ്? അത് റുദർഫോർഡാണ്. സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നു. ഒന്നാമത്തെ പോയിന്റ്, ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്ര ഭാഗമുണ്ട്. ആറ്റത്തിനൊരു കേന്ദ്ര ഭാഗമുണ്ട്, അതിൻ്റെ പേര് ന്യൂക്ലിയസ്. രണ്ടാമത്തെ പോയിന്റ്, ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ വലിപ്പമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതായത് ആ ആറ്റത്തിൻ്റെ ഫുൾ പോസിറ്റീവ് ചാർജും പിന്നെ ഏകദേശമുള്ള മാസും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഇനി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിൽ ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു വൃത്താകൃതിയിലുള്ള പാതയിൽ, ആ വൃത്താകൃതിയിലുള്ള പാതയെ നമ്മൾ ഓർബിറ്റ് എന്നും പറയും. അപ്പോൾ ആ ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇത്രയാണ് റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക. ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് സൗരയൂഥ മാതൃക. റുദർഫോർഡ്സ് ആറ്റം മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക പ്രപ്പോസ് ചെയ്തതാരാണ്, കൊണ്ടുവന്നതാരാണ്? റുദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ, അടുത്ത നമ്മൾ ബോർ ആറ്റം മോഡൽ എന്താണ് അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബോർ ആറ്റം മോഡൽ. അപ്പോൾ അതിനു മുമ്പ് ബോർ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ബോർ ആറ്റം മോഡൽ കൊണ്ടുവന്നത് ആരാണ്? നീൽസ് ബോർ എന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ, നോക്കിയുള്ളൂ. ദ മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തത്, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, പ്രദക്ഷിണം വയ്ക്കുന്നത് ഇൻ
ഫിക്സഡ് ഓർബിറ്റ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റിൽ കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ സർക്കുലർ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ഓർബിറ്റിൽ കൂടിയാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ്, ഓരോ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് ഹാവ് എ ഡെഫിനിറ്റ് എനർജി, ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. ഓരോ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്, ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതാണ് ഡെഫിനിറ്റ് എനർജി. സോ ഓർബിറ്റ്സ് ആർ ആൾസോ നോൺ ആസ് എനർജി ലെവൽസ്. അതുകൊണ്ട് നമ്മൾ ഓർബിറ്റ്സിനെ വേറൊരു പേരിട്ട് വിളിക്കും. എന്താണ്? എനർജി ലെവൽസ്, എനർജി ലെവൽസ് അല്ലെങ്കിൽ ഊർജ്ജ നിലകൾ എന്നും വിളിക്കുന്നു. അപ്പോൾ ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ്, ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോൺസിന് ഹാവ് ഉണ്ട് എന്താ? എ ഡെഫിനിറ്റ് എനർജി, ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. സോ അതുകൊണ്ട് ഓർബിറ്റ്സ് ആർ ഓൾസോ നോൺ ആസ്, അതുകൊണ്ട് ഓർബിറ്റ്സ് എന്തെന്നറിയപ്പെടുന്നു? എനർജി ലെവൽസ്, എനർജി ലെവൽസ് അല്ലെങ്കിൽ ഊർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്. ഈ ഇലക്ട്രോൺസ് ആ പെർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം, എത്രത്തോളം കാലം ആ ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അത്രയും കാലം ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്, അതിൻ്റെ എനർജിക്ക് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ്. സോ അതുകൊണ്ട് ഓർബിറ്റ്സ് ആർ നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽസ്. അതുകൊണ്ട് ഓർബിറ്റ് സ്റ്റേഷനറി എനർജി ലെവൽസ്, സ്ഥിരമായ ഊർജ്ജ നിലകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? എന്താണ്? ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, ആ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺസ് എത്ര കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നോ അത്രയും കാലം എന്ത് സംഭവിക്കുന്നില്ല? ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്, അതിൻ്റെ എനർജി ചേഞ്ച് വരുന്നേ ഇല്ല, എനർജിയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. എനർജിക്ക് കൂടുതലോ എനർജിക്ക് കുറവോ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് പറഞ്ഞിട്ടുള്ളത്. എനർജി ഡസ് നോട്ട് ചേഞ്ച്, എനർജി ചേഞ്ച് വരുന്നില്ല. സോ അതുകൊണ്ട് ദ ഓർബിറ്റ്സ് ആർ നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽസ്. അതുകൊണ്ട് ഓർബിറ്റ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്റ്റേഷനറി എനർജി ലെവൽ, സ്ഥിരമായ ഊർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ്, the energy of the orbit increases as the distance from the nucleus increases. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. അപ്പം ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ദ എനർജി ഓഫ് ദ ഓർബിറ്റിൻ്റെ എനർജി ഇൻക്രീസസ്, വർദ്ധിക്കുന്നു. അപ്പോൾ ഈ 4 പോയിന്റ് മനസ്സിലായോ? ഇനിയുണ്ട് പോയിന്റ്സ്. ഈ 4 പോയിന്റ് ഓക്കെ ആണോ? ബോർ ആറ്റം മോഡലല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത 5ാമത്തെ പോയിന്റ്, ദ എനർജി ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഇലക്ട്രോൺസ് ഒരു ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലുള്ള ഒരു ഓർബിറ്റിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണ്, മാറ്റപ്പെടുകയാണ്. അതായത് ഒരു ഹയർ എനർജി ലെവലുള്ള ഓർബിറ്റിൽ നിന്ന് ലോവർ എനർജി ലെവലുള്ള ഒരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? എനർജി ഈസ് എമിറ്റഡ്, എനർജി എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. വെൻ ദ മനസ്സിലായോ? അത് മനസ്സിലായോ? അപ്പോൾ എന്താണ്? എനർജി ഈസ് എമിറ്റഡ്, എനർജിയെ എമിറ്റ് ചെയ്യുന്നു, പുറത്ത് വിടുന്നു. എപ്പോഴാണ്? വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി, ഹയർ എനർജിയുള്ള ഒരു ഓർബിറ്റിൽ നിന്ന് ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി, ലോവർ എനർജിയുള്ള ഒരു ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ. ഇനി 2ാമത്തെ പോയിന്റ്, അതിൻ്റെ അകത്ത് തന്നെ ഉള്ള 2ാമത്തെ പോയിന്റ്, 2ാമത്തെ സെൻറ്റൻസ്, എനർജി ഈസ് അബ്സോർബ്ഡ്, എനർജി അബ്സോർബ് ചെയ്യുന്നു. അതായത് എനർജി എമിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. എപ്പോഴാണ്? വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി. ഇലക്ട്രോൺസ് ഒരു ലോവർ എനർജി ഓർബിറ്റിൽ നിന്ന് ഒരു ഹയർ എനർജി ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ മനസ്സിലായോ ഈ 5ാമത്തെ പോയിന്റ്? എനർജി ഈസ് എമിറ്റഡ് വെൻ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ് ഓഫ് ലോവർ എനർജി. അതായത് എനർജി എമിറ്റ് ചെയ്യുന്നു. എപ്പോഴാണ്? ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി എനർജി ഈസ് അബ്സോർബ്ഡ്, എനർജി അബ്സോർബ് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു. എപ്പോഴാണ്? വെൻ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി. ലോവർ എനർജി ഉള്ള ഒരു ഓർബിറ്റിൽ നിന്ന് ഹയർ എനർജിയുള്ള ഒരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ്, ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗിവിംഗ് നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര. നമ്മൾ പറഞ്ഞല്ലോ ഓർബിറ്റ് ഉണ്ടെന്ന്. ഈ ഓർബിറ്റിനെ 1, 2, 3, 4, 5 ഇങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം.
അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ബോർ ആറ്റം മോഡലിൽ വരുന്നത്. അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ മലയാളം മീഡിയം നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ ആണ്. ഓക്കെ, രണ്ടാമത്തത് ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജനിലകൾ എന്നു പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകൾ എന്നും അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടുന്നു. അടുത്ത പോയിന്റ് ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഊർജം പുറത്തേക്ക് വിടുന്നു. ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യുന്നു. അടുത്ത ലാസ്റ്റ് പോയിന്റ് ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഇത്രയാണ് ബോർ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി നൽകുക. കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന യൂണിറ്റിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ് ക്ലാസ് 9 കെമിസ്ട്രി ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സ് ചെയ്തിട്ടുണ്ട്, ബയോളജി ചെയ്തിട്ടുണ്ട്, ജോഗ്രഫി ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററി ചെയ്തിട്ടുണ്ട്, മാത്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും വേണ്ടുന്നതൊക്കെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പും ഒരു ടെലഗ്രാം ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫീസ് ഒന്നുമില്ല. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഈ വാട്സാപ്പിലൊക്കെ ചേരുന്നതിന് ഫീസ് ഉണ്ടോയെന്ന്. ഒരു ഫീസും ഒന്നുമില്ല. നിങ്ങൾക്കുള്ള ലേണിംഗ് റിസോഴ്സസ് മാത്രമാണ് അതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. താങ്ക്